നമസ്കാരം സർ. നമസ്കാരം. 200 കോടിയോളം ബജറ്റ് വകയിരുത്തിയിരിക്കുന്ന NSSൻ്റെ ഓരോ വാർഷിക റിപ്പോർട്ടിലും സാധാരണക്കാരനായ ജനത്തിന് എന്ത് പ്രയോജനമാണ് നൽകുന്നത്, സാധാരണക്കാരനായ NSSകാർക്ക്, നായർക്ക് എന്ത് പ്രയോജനമാണ് ലഭിക്കുന്നത് എന്ന് അങ്ങക്ക് ഒന്ന് വ്യക്തമാക്കാം. ഏതാണ്ട് 7 ലക്ഷത്തോളം 5400 കരയോഗങ്ങൾ അല്ലേ, ഇപ്പോൾ ഒരു 7 ലക്ഷത്തിൽ കുറയാത്ത അംഗങ്ങൾ അതിൽ ഡയറക്റ്റായിട്ട് ബന്ധപ്പെടുന്നുണ്ട്. അവർക്ക് ഈ 200 കോടി ബജറ്റിൻ്റെ എന്ത് ഗുണമാണ് ലഭിക്കുന്നത്? സാധാരണക്കാരന് എന്തെങ്കിലും ഗുണം ലഭിക്കാറുണ്ടോ? ഇത് വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണ്. കാര്യം ആയിരക്കണക്കിന് ഹെക്ടർ സ്ഥലങ്ങൾ, തോട്ടങ്ങൾ, സ്ഥാപനങ്ങൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, പിന്നെ ആയുർവേദ മെഡിക്കൽ കോളേജ്, എയ്ഡഡ് എഞ്ചിനീയറിംഗ് കോളേജ്, ഇതൊക്കെയുള്ള ഒരു പ്രസ്ഥാനം. അതിലെ അംഗങ്ങൾക്ക് അതിൻ്റെ ഒരു ചാരിറ്റി ആണല്ലോ ഉദ്ദേശം. കാര്യം ഇത് ചാരിറ്റബിൾ കമ്പനിയാണ്. അപ്പോൾ ചാരിറ്റി പ്രവർത്തനം നടത്തുന്നതിന് ഒരു തടസ്സവുമില്ല. പക്ഷെങ്കിൽ നമ്മൾ ഈ ബഡ്ജറ്റ് 200 കോടി ബഡ്ജറ്റിൻ്റെ താങ്കൾ പറഞ്ഞിരുന്നു, ഈ ബഡ്ജറ്റിൽ NSSൻ്റെ സ്വത്തിൽ നിന്നോ വരുമാനത്തിൽ നിന്നോ 1 രൂപ പോലും ഈ പാവപ്പെട്ട കരയോഗങ്ങൾ ലെവലിലേക്ക് എത്തിച്ചേരുന്നില്ല. ഇത് ഞാൻ പറയാൻ കാരണം, ഓരോ കരയോഗങ്ങളും ഒരു വർഷം ജന്മനക്ഷത്ര ഫണ്ട് പിരിവുണ്ട്. എല്ലാ കരയോഗങ്ങളിലും ജന്മനക്ഷത്ര ഫണ്ട് ജനുവരി മാസങ്ങളിൽ കൂപ്പൺ കൊടുത്ത്, ഹെഡ് ഓഫീസിൽ നിന്ന് കൂപ്പൺ കൊടുത്ത് പിരിക്കും. അപ്പോൾ മിക്കവാറും കരയോഗങ്ങളും 4000, 5000, 6000, 10000 രൂപ വരെ ഒരു കരയോഗത്തിൽ നിന്ന് പിരിച്ച് താലൂക്ക് യൂണിയന് കൊടുക്കും. താലൂക്ക് യൂണിയന് ഒരു ഷെയർ എടുത്തിട്ട് അത് ഹെഡ് ഓഫീസിൽ അടയ്ക്കും. ഏകദേശം 2 കോടി രൂപ ഒരു വർഷം ജന്മനക്ഷത്ര ഫണ്ടായിട്ട് NSSൻ്റെ കിട്ടും. കരയോഗങ്ങളിൽ നിന്ന് കിട്ടുന്ന പൈസയാണിത്, അല്ല NSSൻ്റെ വരുമാനത്തിൽ നിന്നില്ല. ഈ NSSൽ നിന്ന് കൊടുക്കുന്ന വിവാഹ സഹായം, ചികിത്സാ സഹായം, പിന്നെ സ്കോളർഷിപ്പ്, ഇതെല്ലാം ഈ 2 കോടി രൂപയിൽ നിന്ന് കൊടുക്കുന്നത്. അപ്പോൾ കരയോഗങ്ങളിൽ നിന്ന് പിരിച്ചെടുത്ത് കരയോഗങ്ങൾക്ക് കൊടുക്കുന്ന ഒരു സംവിധാനം. NSSന് ഇതിനകത്ത് നഷ്ടമൊന്നുമില്ല. ആ പിരിച്ചെടുക്കുന്നതിൻ്റെ ഒരു കൂപ്പൺ അടിക്കുന്ന പൈസ ചിലപ്പോൾ ഇതിന് കട്ട് ചെയ്യുന്നുണ്ടോയെന്ന് അറിയില്ല. ഞാൻ കഴിഞ്ഞ കുറേ വർഷങ്ങളിലെ ഈ സംഭാവനകൾ, NSS കൊടുക്കുന്ന സഹായവും NSS കരയോഗങ്ങളിൽ നിന്ന് എടുക്കുന്ന സഹായവും നോക്കിയപ്പോൾ അതാണ്. കരയോഗങ്ങളിൽ നിന്ന് എത്ര കിട്ടുന്നു അതിൽ കുറച്ച് ഭാഗം തിരിച്ച് കരയോഗങ്ങളിലേക്ക് കൊടുക്കുന്നതല്ലാതെ NSSൻ്റെ വരുമാനത്തിൽ നിന്നോ മന്നത്ത് പത്മനാഭൻ സമ്പാദിച്ച സ്വത്തിൽ നിന്ന് കിട്ടുന്ന ആദായത്തിൽ നിന്നോ 1 രൂപ പോലും സാധാരണ പാവപ്പെട്ട കരയോഗങ്ങൾക്ക് പ്രവർത്തകർക്ക് എത്തുന്നില്ല. അതേസമയം കരയോഗങ്ങൾ അവരുടെ അടിസ്ഥാനത്തിൽ അവരുടെ ഒരു സ്വന്തം ഫണ്ട് ഉപയോഗിച്ച് കുറച്ച് ചാരിറ്റി പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്ന കരയോഗങ്ങളുണ്ട്. ചില വരുമാനമുള്ള താലൂക്ക് യൂണിയനുകളും അങ്ങനെ ചെയ്യുന്നുണ്ട്. നമ്മുടെ എല്ലാ കരയോഗങ്ങളും അവർ കഴിയുന്ന രീതിയിലൊരു ചികിത്സാ സഹായമോ വിവാഹ സഹായമോ ഒക്കെ അവരുടെ ലെവലിൽ നിന്ന് കൊടുക്കുന്നുണ്ട്. അതല്ലാതെ ഈ ജന്മനക്ഷത്ര ഫണ്ടായിട്ട് കരയോഗങ്ങളിൽ നിന്ന് സ്വീകരിക്കുന്ന പൈസ അല്ലാതെ NSSൻ്റെ വരുമാനത്തിൽ നിന്ന് 1 രൂപ പോലും എടുത്ത് ഇവിടെ ചാരിറ്റി പ്രവർത്തനം നടത്തുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. കണക്ക് നോക്കിയിട്ട് കണ്ടിട്ടില്ല. ഇപ്പോൾ ഈ കോളേജുകളിൽ നിന്ന് കിട്ടുന്ന വരുമാനം, അതുപോലെ തന്നെ എസ്റ്റേറ്റുകളിൽ നിന്ന് കിട്ടുന്ന വരുമാനം, ഹോസ്പിറ്റലിൽ നിന്ന് കിട്ടുന്ന ഇതൊക്കെ എന്താണ്, അതെങ്ങനെയാണ് പോകുന്നത്? അതിനെക്കുറിച്ചൊരു റെക്കോർഡിംഗ് ഉണ്ടോ? അത് റെക്കോർഡിംഗ് ഇല്ല. ഇപ്പോൾ തോട്ടങ്ങളിൽ NSSൽ നേരത്തെ ഉണ്ടായിരുന്ന ഒരു ഓഡിറ്റർ പറഞ്ഞ ഒരു കാര്യം ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. അവിടെ 2 രജിസ്റ്ററുണ്ട്. കാര്യം അത് ലാറ്റക്സ് ആണ് വിൽക്കുന്നത്. ഈ തോട്ടങ്ങളിലൊക്കെ നിയമിച്ചിരിക്കുന്ന ഇദ്ദേഹത്തിൻ്റെ ബന്ധുക്കളാണ്, ഇദ്ദേഹത്തിൻ്റെ അടുത്ത ആളുകളോ ബന്ധുക്കളോ കുടുംബക്കാരോ ഒക്കെയാണ്. അപ്പോൾ ഈ തോട്ടങ്ങളിൽ ഈ ടാപ്പിംഗ് നടത്തി റബ്ബർ പാല് കൊണ്ടുവരുമ്പോൾ അതിൻ്റെ അളവനുസരിച്ചാണ് ഈ തൊഴിലാളികൾക്ക് കൂലി കൊടുക്കുന്നത്. അതിനൊരു രജിസ്റ്ററുണ്ട്. ആ രജിസ്റ്ററിൽ യഥാർത്ഥത്തിൽ വരുന്ന ലാറ്റക്സിൻ്റെ കണക്കുണ്ട്. കാര്യം തൊഴിലാളി കൊണ്ട് കൊടുക്കുമ്പോൾ അവൻ്റെ തൂക്കം അവൻ നോക്കും, അതുണ്ട്. ആ രജിസ്റ്റർ പുറത്ത് കാണത്തില്ല. ഇത് ലാറ്റക്സ് വിൽക്കുന്ന വേറൊരു രജിസ്റ്ററുണ്ട്. ആ രജിസ്റ്ററിൽ ഈ വരുന്ന രജിസ്റ്ററിൻ്റെ പകുതിയെ ആ രജിസ്റ്ററിൽ കാണുള്ളൂ. ഇത് NSSലെ ഒരു ഓഡിറ്റർ പറഞ്ഞാണ്. അദ്ദേഹം പോയി ഒരുപാട് ഫൈറ്റ് ചെയ്ത് നിന്ന ഒരു ഓഡിറ്ററാണ്. പല എസ്റ്റേറ്റിലും പോയി രജിസ്റ്റർ ചോദിച്ചിട്ട് കൊടുക്കത്തില്ല, രജിസ്റ്റർ കാണിക്കത്തില്ല. അപ്പോൾ അങ്ങനെ പറയുന്നത് ഇവിടുന്ന് നിങ്ങൾ ഓഡിറ്റ് ചെയ്യണമെങ്കിൽ പോരാൻ പറയും. അവിടുന്ന് കുഴപ്പമുണ്ടെന്ന് പറയുന്ന കഴിയുമ്പോൾ ഓഡിറ്റ് ചെയ്യും. അദ്ദേഹം നിലവിൽ NSS കോളേജിൽ ഓഡിറ്റ് നടത്തി UGC ഫണ്ടിൻ്റെ തിരിമറിയിൽ 8-10 ലക്ഷം രൂപ തിരിച്ചടപ്പിച്ച് ഓഡിറ്ററാണ് ഞാൻ ഈ പറഞ്ഞ ആൾ, ഗോപാലകൃഷ്ണപിള്ള എന്ന് പറയുന്നത്. അദ്ദേഹം മരിച്ചുപോയി. അപ്പോൾ അദ്ദേഹം ഇതാണ് എസ്റ്റേറ്റിലെ അവസ്ഥ. ഇതേപോലെ തന്നെയാണ് ഈ കോളേജ്, മറ്റ് സ്ഥാപനങ്ങളെല്ലാം നമുക്കറിയാം. ഒരു 12 മെഡിക്കൽ മിഷനിൽ കഴിഞ്ഞിട്ട് ഒരാളൊരു പോസ്റ്റ് ഇട്ടിരുന്നു. അവർ ഒരു അപ്പോയിൻമെൻറ്റ് ബുക്ക് ചെയ്യാൻ വിളിച്ചപ്പോൾ അവിടുത്തെ റെസ്പോൺസ് ഫോണെടുത്ത് കഴിഞ്ഞിട്ട് പറ
ഇങ്ങനെ ഒരു 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 പിന്നെ ഹലോ മറ്റുള്ള ആശുപത്രിയിലൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ എത്ര മാന്യമായിട്ടാണ് സംസാരിക്കുന്നത്, എന്താണ് വേണ്ടത് എന്ന് ചോദിച്ചിട്ട് ഇതല്ല ഈ നമ്പറല്ല മറ്റേ വേറെ ഒരു നമ്പർ വേറെ വിളി ഇവിടെ അല്ല ഇതൊന്നും ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് റഫായിട്ട് സംസാരിക്കുന്ന ഒരു സ്ത്രീ പോസ്റ്റ് ഇട്ടു. അപ്പം ഇങ്ങനെ മിസ്മാനേജ്മെൻ്റ് കൊണ്ട് ഈ ആശുപത്രികളൊക്കെ മിക്കവാറും പൂട്ടിക്കെട്ടേണ്ട അവസ്ഥയായി. കോളേജുകൾ SRCP-യുടെ കാലത്ത് തുടങ്ങിയ കോഴ്സുകൾ അല്ലാതെ ഒരൊറ്റ പുതിയ കോഴ്സും ഈ ആധുനിക പിന്നെ കാലഘട്ടത്തിൽ തൊഴിലധിഷ്ഠിതമായിട്ടുള്ള ഒരൊറ്റ കോഴ്സുകളും ഒരു കോളേജിലും തുടങ്ങിയിട്ടില്ല. ഇപ്പോൾ തന്നെ റെഗുലർ കോഴ്സിൽ തന്നെ പിള്ളേരെ കിട്ടാനില്ലാത്ത ഒരവസ്ഥയാണ്. ആ കോളേജുകൾ മുഴുവൻ പോയി. 5 നേഴ്സിംഗ് കോളേജ് ഉണ്ടായിരുന്നു. ഈ പിന്നെ നായർ സമുദായത്തിൽ ഒരുപാട് പിന്നെ പെൺകുട്ടികൾ നഴ്സിംഗ് പഠിച്ച് പുറത്തു പോയി ജോലി ചെയ്ത് കുടുംബങ്ങളെ രക്ഷപ്പെട്ട ഒരുപാട് കഥ എനിക്കറിയാം. ആ 5 കോളേജും ഇപ്പോൾ പൂട്ടി. നഴ്സിംഗ് കോളേജ് ഇപ്പോൾ NSSന് ഒന്നുമില്ല, 5 ഉണ്ട്. അപ്പോൾ ഇപ്പോൾ ഒരു നായർ സമുദായത്തിലെ ഒരു കുട്ടിക്ക് നഴ്സിംഗ് പഠിക്കണമെങ്കിൽ 2 ലക്ഷം രൂപ മുടക്കി ഹൈദരാബാദിൽ പോകണം, അല്ലെങ്കിൽ ബാംഗ്ലൂരിൽ പോകണം. ഇതെന്തുകൊണ്ട് ഇവിടെ ചെയ്തുകൂടാ? അന്ന് NSSന് നഴ്സിംഗ് കോളേജ് ഉണ്ടായിരുന്ന നഴ്സിംഗ് ആൻഡ് മിഡ്വൈഫറി ജനറൽ നഴ്സിംഗ് ഉണ്ടായിരുന്ന കോഴ്സ് ഉണ്ടായിരുന്ന സമയത്ത് അതേപോലെ ഉണ്ടായിരുന്ന മറ്റ് മാനേജ്മെൻറ്റുകൾക്ക് ഇപ്പോൾ BSc നഴ്സിംഗ് ഉണ്ട്. അവരെ ഡെവലപ്പ് ചെയ്തെടുത്തു. ഒരു BSc നഴ്സിംഗ് പിന്നെ എടുക്കാനുള്ള ഇൻഫ്രാസ്ട്രക്ചറൊക്കെ പിന്നെ NSS മെഡിക്കൽ മെഷീനുകൾ ഉണ്ടായിരുന്നു. അത് ചെയ്തില്ല. അപ്പോൾ അതിൻ്റെ പിന്നെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് ഈ ഒരു വർഷത്തിന് മുമ്പ് കൊട്ടാരക്കര ഒരു അച്ഛൻ ആത്മഹത്യ ചെയ്തു. അത് വാർത്ത താങ്കൾ കേട്ടുകയാണ്. കാര്യം ഹൈദരാബാദിൽ പോയി പഠിക്കാൻ കുട്ടിക്ക് പിന്നെ ലോൺ എടുക്കാൻ നോക്കുമ്പോൾ ബാങ്കിൽ നിന്ന് ലോൺ ശരിയാകുന്നില്ല. അതുകൊണ്ട് ആ കുട്ടിയെ പഠിപ്പിക്കാൻ പറ്റാത്തതിൻ്റെ പിന്നെ നിരാശയില്ല ഒരു നായർ സമുദായത്തിലെ ഒരു അച്ഛൻ ആത്മഹത്യ ചെയ്തു. ഇതിൻ്റെയൊക്കെ ശാപം വാസ്തവത്തിൽ ഇവരുടെ മേലിൽ പതിക്കില്ല. ഇവർ ഒരു പാവപ്പെട്ട കുട്ടിക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു സഹായം എന്ന് പറഞ്ഞ ഈ സ്ഥാപനങ്ങളാണ്. അതുപോലും നേരെ രീതി നടത്താതെ നശിപ്പിച്ച് കളയുക എന്ന് പറഞ്ഞാൽ പിന്നെ ഈ സമുദായത്തോട് ഇതിൽ പരം ക്രൂരതയുണ്ടോ ചെയ്യാനുള്ളത്? അപ്പം വെള്ളാപ്പള്ളിയേക്കാൾ കടുത്ത ക്രൂരതകളാണ് സുകുമാരൻ നായർ NSSന് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്നാണ് തോന്നുന്നത്, അങ്ങ് പറയുന്നത്. വെള്ളാപ്പള്ളിയിലെ വ്യത്യാസം എന്ന് പറഞ്ഞാൽ അത് കുറേ കാര്യങ്ങൾ സമുദായത്തിന് വേണ്ടി ചെയ്യുന്നുണ്ട്. കുറേ കാര്യങ്ങളൊക്കെ വ്യക്തിപരമായ നിലയിലൊക്കെ വെള്ളാപ്പള്ളിക്കുള്ള ഒരു ഇമേജ് പൊതുസമൂഹത്തിന് മുമ്പിൽ ഉള്ള അതിനെക്കാട്ടിൽ മോശമായ പ്രവൃത്തിയാണ് ഇദ്ദേഹം ചെയ്യുന്നതെങ്കിലും ഇദ്ദേഹം വേറൊരു ഇമേജ് ഉണ്ടാക്കുന്നതിൽ കുറച്ച് പിന്നെ മിടുക്കനാണ്. അതുകൊണ്ട് ഇദ്ദേഹത്തിൻ്റെ യഥാർത്ഥ സ്വഭാവം പൊതുസമൂഹത്തിന് അറിയില്ല. ഇദ്ദേഹം സമുദായത്തോട് ചെയ്യുന്ന ദ്രോഹം പൊതുസമൂഹത്തിന് അറിയത്തില്ല, സമുദായത്തിനും അറിയത്തില്ല. കാര്യം ഈ കരയോഗത്തിലിരിക്കുന്ന ഇദ്ദേഹത്തിന്റെ ശിങ്കടി മനസ്സിലാക്കിയ ഒരാള് ഇപ്പോഴത്തെ മുഖ്യമന്ത്രി VD സതീശനാണെന്ന്. അതെ തീർച്ചയായിട്ടും. കാര്യം പരവൂരിലെ പിന്നെ നായന്മാർ ആരുടെ കൂടെ നിന്നു, ജനറൽ സെക്രട്ടറിയുടെ ആണോ VD സതീശനോട് ആണോ എന്ന് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടതാണ്. ഇതിനകത്ത് ഈ കരയോഗത്തിൻ്റെ പിന്നെ നഴ്സിംഗ് കോളേജുകളുടെ കാര്യം പറഞ്ഞു. ഇതുപോലെ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് അദ്ദേഹം നേരിട്ട് NSSന് ഞാനിതാ ഒരു മെഡിക്കൽ കോളേജ് തരുന്നു എന്ന് പറഞ്ഞിട്ട് അതുപോലും സ്വീകരിക്കാതിരുന്നു. അല്ല, ഉമ്മൻചാണ്ടി സർക്കാരില്ലേ ആദ്യം കൊടുക്കുന്ന സർക്കാർ. പിന്നെ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ ആ സമയത്ത് അത് വേണ്ട, അത് എടുക്കില്ല. അത് കാരണം ഇതൊക്കെ നടത്താനെന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യം. ഇവിടെ പിന്നെ മറ്റ് സമുദായങ്ങൾ നോക്കും. ഇപ്പോൾ ഈ കോമ്പറ്റേറ്റീവ് കോച്ചിങ് സെൻ്ററുകൾ പണ്ടൊക്കെ ഇപ്പോൾ ഏതെങ്കിലും ഒരു നായർ സമുദായ അംഗം ഒരു സിവിൽ സർവീസിൽ കയറണമെങ്കിൽ 100% ആ കുട്ടിയുടെ പിന്നെ ഹാർഡ് വർക്ക് കൊണ്ട് മാത്രമാണ്. യാതൊരു സഹായവും കിട്ടാതെ റിസർവേഷൻ എന്ന് പറയുന്ന കത്തിയുടെ മുനയെന്നൂടെ രക്ഷപ്പെട്ടിട്ടാണ് ഈ ഒരു സിവിൽ സർവീസിലേക്ക് ഒരു നായർ സമുദായ അംഗം കടന്നു വരുന്നത്. അതേസമയം മറ്റ് സമുദായങ്ങൾ നോക്ക്, ഫ്രീ കോച്ചിങ് സെൻ്ററുകളാണ് കേരളത്തിൽ. അങ്ങോളോ ഇങ്ങോളോ ഇപ്പോൾ ഈ എൻട്രൻസ് എക്സാം, നീറ്റ് എക്സാം ഒക്കെ എടുത്തു കഴിയുമ്പോൾ അതിൻ്റെ ലിസ്റ്റ് നോക്കിയാൽ മെഡിക്കൽ കോളേജിലേക്ക് സാർ ഒന്ന് നടന്നു നോക്കിയാൽ അറിയാം ഇപ്പോഴത്തെ യങ്ങർ ജനറേഷനിൽ വരുന്ന കുട്ടികൾ ഏത് വിഭാഗത്തിൽ നിന്നുള്ള കുട്ടികളാണ് അവിടെ കൂടുതലുള്ളതെന്ന് നമുക്ക് അവിടെ കയറി നടന്നാൽ മനസ്സിലാവും. അവിടെയൊക്കെ ഈ നായർ സമുദായത്തിലെ കുട്ടികൾ പുറത്ത്. കാര്യം ഒരു കോച്ചിങ് സെൻ്റർ ഇല്ല, ഒരു പുസ്തകം റെഫർ ചെയ്യാൻ അവർക്ക് വാങ്ങിക്കാനുള്ള സാമ്പത്തികം ഇല്ലാത്ത വീട്ടിലെ കുട്ടികളാണ്. അപ്പോൾ ഈ കോച്ചിങ് സെൻ്റർ IAS ഒരു ശ്രീനിവാസൻ സാറിൻ്റെ നേതൃത്വത്തിൽ ഒരു IAS അക്കാഡമി ഉണ്ടായിരുന്നു MG കോളേജിൻ്റെ സൈഡിൽ, അതും പൂട്ടി, അത് കൊണ്ടുപോയില്ല. അപ്പോൾ IASന് ആളെ കിട്ടാത്തതുകൊണ്ടൊന്നുമില്ല. ഇതൊന്നും വേണ്ട. അതിന് പകരമാണ് ഇപ്പോൾ എല്ലായിടത്തും ചായക്കട തുടങ്ങുന്നത്. അപ്പോൾ നായർ സമുദായത്തിന് പണ്ട് NS പിന്നെ വന്നത്തോനാണ് വിലക്കിയ മുടിഞ്ഞ് നശിച്ച നായർ തുടങ്ങുന്ന ഒരു പ്രസ്ഥാനമാണെന്ന് പറഞ്ഞ അതിലേക്ക് ആളുകളെ കൊണ്ടുപോവാണ്. ഈ മറ്റുള്ള ഉദ്യോഗ സ്ഥലങ്ങളിലേക്ക് പിന്നെ ഒരു കോച്ചിങ് സെൻ്ററോ ഒരു ഗൈഡൻസ് സെൻ്ററോ ഇങ്ങനെയുള്ള യാതൊരു കാര്യങ്ങളും ചെയ്യത്തുമില്ല. അത് ചെയ്യാനുള്ള ഒരു എന്താ പറയുക, ഒരു IQ ലെവലും ഇല്ല ഈ നേതൃത്വത്തിലിരിക്കുന്ന ആർക്കും ഇല്ല. അവരൊക്കെ ഈ പിന്നെ ഇതൊക്കെ ഫ്രീ ആയിട്ട് ചെയ്ത് കൊടുക്കാൻ ആളുണ്ട്.
പക്ഷേ അത് അവർ പിന്നെ ഈ കഴിഞ്ഞ ഒരു ഇൻ്റർവ്യൂ ആണ്, അദ്ദേഹത്തെ കാട്ടി ഉയർന്ന ഒരു ബൗദ്ധിക തലത്തിലുള്ള ഒരാളെ ചങ്ങനാശ്ശേരിയിൽ സ്വീകരിക്കില്ല. അല്ല, അപ്പോൾ ഈ സ്ഥാപനങ്ങളൊക്കെ ഇങ്ങനെ ഓരോന്ന് പൂട്ടുകയാണ്. ബാലഭവനുകളുണ്ടായിരുന്നു, 12 ബാലഭവനുകളുണ്ടായിരുന്നു. കുട്ടികളെ പിന്നെ ഈ ഇതൊന്നും ഇല്ലാത്ത കുട്ടികളെ ബുദ്ധിമുട്ട് അനാഥാലയം പോലെ നടത്തുന്ന ബാലഭവനുകളുണ്ടായിരുന്നു. പിന്നെ വാർദ്ധക്യ പിന്നെ ഭവനുകൾ, ഇതൊക്കെ ഓൾഡ് ഏജ് ഹോം, ഇതൊക്കെ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ പെയ്ഡ് ആണെങ്കിലും ഏറ്റവും ആവശ്യമാണ്. അതുപോലെ സംസ്ഥാന സർക്കാർ ഇഷ്ടംപോലെ അതാണ് ഏറ്റവും വലിയ രസം. ഈ ഗവൺമെൻറ് ആനുകൂല്യങ്ങൾ ഇതേമാതിരിയുള്ള ചാരിറ്റബിൾ സംഘടനകൾക്ക് ഒരുപാട് സബ്സിഡി കൊടുക്കുന്നുണ്ട്. ഒരു സാധനം ഗവൺമെൻറ്റിൻ്റെ വേണ്ട, ഇവിടെ ഒരുത്തിൻ്റെ വേണ്ട. ഈ മോഡി ഗവൺമെൻറ് ഒരു സ്കീം ഉണ്ടായിരുന്നു, പല ശിവഗിരിയൊക്കെ 100 കോടി രൂപയുടെയൊക്കെ സ്കീമൊക്കെ വാങ്ങിയാണ്. ആ ഒരു സ്കീമിനെ കുറിച്ച് സംസാരിക്കാൻ ചെന്നപ്പോൾ ഇവിടെ ഒരുത്തിൻ്റെ പൈസ വേണ്ട, ഇവിടെ ഒരുത്തിനും വേണ്ട, ഇവിടെ ഞങ്ങളുടെ കാര്യം നോക്കാൻ ഞങ്ങൾക്കറിയാം. അപ്പം ഇങ്ങനെ എന്നിട്ട് പിന്നെ ഇതിനൊക്കെ ഓഡിറ്റിങ്ങും കാര്യങ്ങളും ഉണ്ട്, പിന്നെ ഏജൻസികൾ വരും. അതെ, എയ്ഡഡ് സ്ഥാപനങ്ങളിൽ ഈ ജനപ്രതിനിധികളുടെ ഫണ്ട് ഉപയോഗിച്ച് പിന്നെ ലാട്രിനും ഇതൊക്കെ ചെയ്യാനുള്ള പ്രൊവിഷൻ ഉണ്ട്. ഇപ്പം ഒരു കേരളത്തിലെ ഒരൊറ്റ പിന്നെ സ്കൂളുകളിൽ അങ്ങനെ ചെയ്യില്ല. മൂവാറ്റുപുഴ ഒരു സ്കൂളിൽ ആരുടെയോ ഒരു പോസ്റ്റർ എടുത്ത് വെച്ചിരിക്കുന്ന ഒരു ഫ്ലെക്സ് ബോർഡാണ് പിന്നെ ലാട്ടിൻ്റെ അടപ്പ്, ഡോറ് എവിടുന്ന് ഒരു ഫ്ലെക്സ് ബോർഡ് എടുത്തുള്ളൂ. എന്നിട്ട് പോലും ആ ജനപ്രതിനിധികളുടെ ഫണ്ട് ഉപയോഗിച്ച് അവിടെ ഒരു ശൗചാലയം നിർമ്മിക്കാനോ ടോയ്ലറ്റ്സ് ഉണ്ടാക്കാനോ ഉള്ള ഒരു മനസ്സ് അവരൊന്നും ചെയ്യണ്ട. ഒക്കെ ചെയ്തോ എന്ന് പറഞ്ഞാൽ മാത്രം മതി, അത് അനുവദിക്കത്തില്ല. അലൂമിനി അസോസിയേഷൻ അനുവദിക്കത്തില്ല. ഏറ്റവും കൂടുതൽ കോളേജുകളിലൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന, അവിടുന്ന് പഠിച്ചു പോയി നല്ല നിലയിൽ നിൽക്കുന്ന വിദ്യാർത്ഥികളുണ്ട്. അവരുടെ ഒരു മീറ്റിംഗ് വെക്കാൻ പറഞ്ഞാൽ ഇവിടെ ഒരുത്തിൻ്റെ മീറ്റിംഗ് വേണ്ട. ഇങ്ങനെ ഒരു എത്ര കാലം ഇങ്ങനെ ഒരു സമുദായത്തെ അടിച്ചിരുത്തി നശിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും? അപ്പോൾ മനത്ത് പത്മനാഭൻ ശരിക്കും പറഞ്ഞാൽ നാഥനില്ലാതിരുന്ന നായർ സമുദായം, ശരിക്കും പറഞ്ഞാൽ തന്തയില്ലാതിരുന്ന നായർ സമുദായത്തിന് അന്ന് മക്കത്തായം ഇല്ലല്ലോ, മരുമക്കത്തായം. അപ്പം അമ്മാവനിൽ കേന്ദ്രീകരിച്ചിരുന്ന നായർക്ക് തന്തയെ ഉണ്ടാക്കി കൊടുത്ത് ജോയിൻറ്റ് ഫാമിലി സിസ്റ്റത്തിൽ നിന്ന് സിംഗിൾ ഫാമിലി സിസ്റ്റത്തിലേക്ക് കൊണ്ടുവന്ന് നായരുടെ അടിത്തറ പാകി ഇത്രയും വളർത്തിയ ആ പ്രസ്ഥാനത്തിൻ്റെ ചുക്കാൻ പിടിക്കുന്ന ആൾക്കാർക്ക് ഇന്ന് അദ്ദേഹത്തിൻ്റെ ആശയങ്ങളോ ആദർശങ്ങളോ അല്പം പോലും നടപ്പിലാക്കാൻ കഴിയുന്നില്ല എന്നാണല്ലോ അങ്ങയുടെ വാക്കിൽ നിന്ന് നമുക്ക്. അത് തീർച്ചയായിട്ടും അത് കേരളത്തിലെ സമുദായ അംഗങ്ങൾ ഫീൽ ചെയ്യുന്നുണ്ട്. 84 വരെ വലിയ കുഴപ്പമില്ലാതെ ഈ സംഘടന മുന്നോട്ട് പോയി. കിടങ്ങൂർ ഗോപാലകൃഷ്ണപിള്ളയുടെ കാലം വരെ അദ്ദേഹത്തിന് മുമ്പിൽ ഇരുന്ന മഹാപ്രഭവന്മാർ ഒരുപാട് പേരുണ്ട്. ആ മന്നത്തോരമന തുടങ്ങുമ്പോൾ ഈ പറഞ്ഞ പോലെ കുടുംബങ്ങളില്ല, നായർ കുടുംബങ്ങളല്ല, അത് ആർക്കും ഉത്തരവാദിത്വം ഇല്ല. അവിടെ അച്ഛന് ഉത്തരവാദിത്വം ഇല്ല, ആ സ്വത്തിന് അച്ഛൻ്റെ സ്വത്തിന് മക്കൾക്ക് അവകാശമില്ല. ഇങ്ങനെ ഇരുന്ന സമയത്ത് ഈ ഒരു കൺസെപ്റ്റ്, ഒരു ഫാമിലി കൺസെപ്റ്റ് നായർ സമുദായത്തിൽ കൊണ്ടുവന്നത് മന്നത്ത് പത്മനാഭൻ തന്നെയാണ്. അതുകൊണ്ടാണ് അദ്ദേഹം പിടിയരി എടുക്കാൻ പറഞ്ഞാൽ ഭക്ഷണത്തിന് അടുപ്പിലിടാനുള്ള അരിയിൽ നിന്ന് ഒരു പിടി അരിയാണ് വീട്ടമ്മമാർ മാറ്റിവെച്ച് സ്ഥാപനങ്ങൾ ഉണ്ടാക്കാൻ അദ്ദേഹത്തിന് കൊടുത്തത്. അപ്പോൾ അങ്ങനെ ആളുകൾ കമ്മിറ്റ് ചെയ്ത് ഉണ്ടാക്കിയ ഒരു പ്രസ്ഥാനം ഇങ്ങനെ ഈ ഒരു അവസരത്തിൽ ഈ 84 ശേഷം വളരെ മോശമായ രീതിയിൽ സമുദായത്തിന് യാതൊരു ഗുണവും ഉണ്ടാകാത്ത രീതിയിൽ, സമുദായ അംഗങ്ങൾക്ക് യാതൊരു പ്രയോജനവും ഉണ്ടാകാത്ത രീതിയിൽ ഇങ്ങനെ നശിച്ചു പോകുന്നതിനെതിരെയാണ് ഞങ്ങളിത് ജനാധിപത്യം. ഈ ഇൻഫ്രാസ്ട്രക്ചർ വെച്ചുകൊണ്ട് കേരളത്തിലെ ഒരു നായർ സമുദായ അംഗവും ഒരിടത്തും ജോലിക്ക് പോകേണ്ട ആവശ്യമില്ല. കേരളത്തിൽ മന്നത്ത് പത്മനാഭൻ സമ്പാദിച്ച സ്വത്ത് കൊണ്ട് മാത്രം കേരളത്തിൽ നിന്നുകൊണ്ട് ജോലി ചെയ്യാൻ പറ്റുന്ന സിസ്റ്റം ഉണ്ടാക്കാൻ നമുക്ക് സാധിക്കും. അതിനൊരു വിഷൻ വേണം, അതിനൊരു പ്ലാൻ വേണം. ഗവൺമെൻറ്റിനെ പിന്നെ ചീത്ത വിളിക്കരുത്. പിന്നെ ഈ ഭാരിച്ച ആസ്തികൾ ഉപയോഗിക്കാനുള്ള ഒരു മനസ്സ് വേണം, അതിനുള്ള ഒരു നോളജ് വേണം. ഇതിന് ഈ പറഞ്ഞ പോലെ കാലുനക്കികളെയും ആശ്രിതന്മാരെയും വെച്ച് കഴിഞ്ഞാൽ ഒരു സ്ഥാപനവും രക്ഷപ്പെടില്ല. അതാണ് നമ്മളറിയാമല്ലോ, മാർക്സിസ്റ്റ് പാർട്ടി എന്ന് പറഞ്ഞൊരു മഹത്തായ പാർട്ടി കേരളത്തിൽ എത്രത്തോളം ശിഥിലമായി പോയി. ഈ ആശ്രിതവത്സരെയും കാലുനക്കികളെയും സ്വജനപക്ഷപാതികളെയും സ്തുതിപാഠകരെയും വെച്ചപ്പോൾ എന്നുള്ളത് നമ്മൾ കണ്ടത്. അതേ അവസ്ഥയാണ് ഇന്ന്. അത് NSSൽ ഇത്രയും മോശമായി വരുമെന്ന് ഒരുപക്ഷെ പത്മനാഭൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല. അത് കഴിഞ്ഞിട്ട് എത്രയോ പ്രഗത്ഭന്മാരാണ് വന്നത്. വി ഗംഗാധരൻ വന്നു, അദ്ദേഹം. അത് കഴിഞ്ഞിട്ട് കൊണ്ടൂർ കൃഷ്ണപിള്ള അല്ലേ, എം പി മൻമോഹൻ സാറ്, മക്കപ്പുഴ ചീഫ് എഞ്ചിനീയർ ആയിട്ടിരുന്ന RP നായർ സാറ്, അങ്ങനെ പ്രഗത്ഭന്മാരിരുന്ന കസേരയാണ് മക്കപ്പുഴ വാസുദേവപിള്ള സാറ്. അതെ, ഞങ്ങളുടെ യൂണിയൻ പ്രസിഡന്റ് ആയിരുന്നു. പിന്നെ താങ്കൾ പറഞ്ഞ പോലെ RP നായർ സാർ. അത് കഴിഞ്ഞ് നാരായണൻ നായർ വന്നപ്പോഴേക്കും അല്ല, അത് ഈ NSSന്റെ അപജയം ഉണ്ടാകാൻ കാരണം ശ്രീ PK നാരായണ പണിക്കരുടെ പിടിപ്പുകേട്. അദ്ദേഹം ജനറൽ സെക്രട്ടറിയുടെ കസേരയിൽ ഇരുന്നെങ്കിലും അദ്ദേഹം അല്ല കാര്യങ്ങൾ നിയമിച്ചു. അന്ന് തൊട്ടേ കാര്യങ്ങൾ നിയമിച്ചിട്ടിരുന്നത് ഇപ്പോഴത്തെ ജനറൽ സെക്രട്ടറിയാണ്. അപ്പം NSSന്റെ അപജയം തുടങ്ങിയത് അവിടെയാണ്.
ഇദ്ദേഹത്തിന് വേറെ ആരോ എന്നോട് പറഞ്ഞു 65 വർഷത്തെ NSSനകത്ത് കയറിയുള്ള പിടിമുറുക്കം ഇദ്ദേഹത്തിനുണ്ടെന്നാണ്. 1962 ക്ലർക്കായിട്ട് ഇദ്ദേഹം വരികയും അവിടുന്ന് പിന്നെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിട്ട് മാറുകയും അന്ന് മുതൽ ഈ NSSൻ്റെ ജനറൽ സെക്രട്ടറിമാരെ വരെ സ്വാധീനിക്കാൻ കഴിയുന്ന വിധത്തിൽ ഇദ്ദേഹം മാറി. NSSൻ്റെ മുഴുവൻ കാര്യങ്ങളും പഠിച്ച് അതെങ്ങനെ തന്നിഷ്ടപ്രകാരമാക്കണമെന്ന് പഠിച്ച ഒരാളാണ് ഇപ്പോഴത്തെ ജനറൽ സെക്രട്ടറി എന്ന് പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. അല്ല, അത് അദ്ദേഹം NSSലെ ക്ലർക്കായിട്ടല്ല കയറിയത്. അദ്ദേഹം കയറിയത് പിന്നെ സൊസൈറ്റിയിലാണ്. സൊസൈറ്റിയിൽ പെരുന്ന NSS എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ സെൻട്രൽ കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറഞ്ഞ സൊസൈറ്റി ഇറങ്ങി. അദ്ദേഹം ഇറങ്ങിയപ്പോഴത്തേക്ക് അത് പൂട്ടിയിട്ടാണ് ഇറങ്ങിയത്. കാര്യം അതിനകത്തൊരു 43 ലക്ഷം രൂപയുടെ തിരിമറി വന്നു, ഓഡിറ്റ് ഒബ്ജക്ഷൻ വന്നു. അത് ഇപ്പോൾ ഓഡിറ്റ് നടത്തിയിട്ട് ഇതുവരെ ഓഡിറ്റ് നടത്തിയിട്ട് 84 ശേഷം ഇതുവരെ ആ സൊസൈറ്റിയിൽ ഓഡിറ്റ് നടത്തിയിട്ടില്ല. അപ്പോൾ അങ്ങനെ ഒരു ട്രാക്ക് റെക്കോർഡ് അദ്ദേഹത്തിന്. അത് കഴിഞ്ഞിട്ടാണ് PA ആയിട്ട് വന്നതും. ഞാൻ പ്രതിനിധിസഭ അംഗമായിട്ടിരിക്കുമ്പോൾ ഇദ്ദേഹം PA ആണ് അവിടെ. പിന്നെ എൻ്റെ PA ആണ്. അത് കഴിഞ്ഞാണ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറാക്കി. പിന്നെ ഓരോ ബൈലോ അമെൻഡ് ചെയ്ത് ഇദ്ദേഹത്തിന് ഇഷ്ടമുള്ള സാധനം എടുക്കുന്നത്. അസിസ്റ്റന്റ് സെക്രട്ടറിയുടെ പ്രൊവിഷനാണ് ബൈലോയിൽ ഉണ്ടായിരുന്നത്. അത് കുറച്ച് നാൾ അസിസ്റ്റന്റ് സെക്രട്ടറി ഇരുന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു അസിസ്റ്റന്റ് എന്ന് പറയുന്നത് എന്തോ ഒരു മോശമായിട്ട് തോന്നിയിട്ട് അത് ബൈലോ അങ്ങ് ഭേദഗതി ചെയ്തിട്ട് സെക്രട്ടറി ആക്കി. അദ്ദേഹം സെക്രട്ടറി ആക്കി കഴിഞ്ഞപ്പോൾ അത് കഴിഞ്ഞ് പുള്ളി ജനറൽ സെക്രട്ടറി ആയി കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ സെക്രട്ടറി പോസ്റ്റ് അങ്ങ് അബോളിഷ് ചെയ്തു. പിന്നില്ല. പിന്നെ അവസാന കാലത്ത് അരികുമാർ കോയിക്കൽ ഒരു അസുഖം ബാധിതനാണ് എന്നുള്ള ഒരു ഉറപ്പ് വന്നപ്പോഴാണ് 6 മാസം അദ്ദേഹത്തെ അവിടോട്ട് പിടിച്ച് ഇരുത്തിയത്. അത് കഴിഞ്ഞിട്ടിപ്പോൾ വേറൊരാളെ അവിടെ ഇരുത്തിയിട്ടുണ്ട്. അതൊരു അഡ്ജസ്റ്റ്മെൻറ്റിൽ ഇരുത്തിയിരിക്കുകയാണ്. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ മകനെ ഡയറക്ടർ ബോർഡിലേക്ക് എക്സ്പേർട്ട് മെമ്പറായിട്ട് കൊണ്ടുവന്നു. ചരിത്രത്തിൽ NSSൻ്റെ ചരിത്രത്തിൽ അച്ഛനും മകനും കൂടെ ഒരേ സമയം ഡയറക്ടർ ബോർഡിൽ ഇരിക്കുന്നത് ഇതാദ്യമാണ്. കാര്യം 27 ഡയറക്ടർ ബോർഡ് മെമ്പർമാരേ ഉള്ളൂ. 14 ലക്ഷം ആളുകളിൽ നിന്ന് 27 പേരെ തിരഞ്ഞെടുക്കുമ്പം ഒരു വീട്ടിൽ നിന്ന് ഒരു അച്ഛനെയും മകനെയും തിരഞ്ഞെടുക്കുക എന്ന് പറഞ്ഞാൽ അത് ക്രൂരമായ ജനാധിപത്യമല്ലേ? അത് ആരെങ്കിലും ചോദിക്കണ്ടേ? ഇതുകൊണ്ടാണ് ഈ സ്ഥാപനങ്ങളൊക്കെ നശിച്ചു പോകുന്നതും ഈ സംഘടന കൊണ്ട് മന്നത്തൂരിനെ ഉദ്ദേശിച്ച പ്രയോജനം നായർ സമുദായത്തിന് കിട്ടാതെ പോകുന്നത്. ഇവിടെ വ്യക്തമായൊരു ഉദാഹരണമുണ്ട്. MG കോളേജ്, 100 ഏക്കറുള്ള MG കോളേജ് എന്ന് പറയുന്നത്. അപ്പുറത്ത് മാറിവാനിസ് കോളേജ് ഇതേപോലെ നോളജ് സിറ്റി ആയി മാറി. എന്തെല്ലാം സൗകര്യങ്ങളാണോ, എന്തെല്ലാം സ്ഥാപനങ്ങൾ. അവിടെ കല്യാണ മണ്ഡപം മുതൽ ഉന്നത വിദ്യാഭ്യാസത്തിൻ്റെ സൗകര്യം വരെ. കല്യാണ മണ്ഡപം പെരുന്നേലൊരു കല്യാണം ഉണ്ടോ? കന്യാകുമാരിയിലെ സ്ഥലം 8 ലക്ഷം രൂപയ്ക്ക് വിറ്റിട്ട് പ്രൈം പ്രോപ്പർട്ടി. അതെ. സംഗമത്തിൽ നിന്ന് 100, ഞാൻ പോയി കണ്ടതാണ് ആ പ്രോപ്പർട്ടി. 100 മീറ്ററേ ഉള്ളൂ ത്രിവേണി സംഗമത്തിൽ നിന്ന്. ആ പ്രോപ്പർട്ടി 8 ലക്ഷം രൂപ സെന്റിന് വിട്ടിട്ട് വഴിയില്ലാത്ത സ്ഥലം 18 ലക്ഷം രൂപയ്ക്ക് ചങ്ങ പെരുന്നേ വാങ്ങി. കിട്ടത്തില്ല സ്ഥലം അവിടെ വാങ്ങിയിട്ട്. അവിടെ ഞാൻ ടൂറിസത്തിൽ വർക്ക് ചെയ്യുന്നതാണ്. കന്യാകുമാരിയുടെ ആ സ്പോട്ടിനുണ്ടല്ലോ, ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങളും, അതായത് പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യയിലെ പിന്നെ മിക്കവാറുമുള്ള IPS IAS ഉദ്യോഗസ്ഥന്മാര്, അതുപോലെ തന്നെ ജഡ്ജിമാര് പവിത്രമായിട്ട് എല്ലാവരും പറയുന്നത് ഈ ഒരു സ്പോട്ടിൽ വന്ന് 5 മിനിറ്റ് നിൽക്കാൻ എനിക്ക് ഭാഗ്യം ലഭിച്ചല്ലോ. ഇതിന്റെ തൊട്ടടുത്ത പ്ലോട്ടിലാണ് കാനറ ബാങ്കിന്റെ ഹോളിഡേ ഹോം. ഈ പ്ലോട്ട് വിറ്റ പ്ലോട്ടിന്റെ തൊട്ട് ഇപ്പുറത്ത് കാണുന്നതാണ്. അതിനെക്കാളും അടുത്താണ് സംഗമത്തോട് ഈ പ്രോപ്പർട്ടി. കാരണം അവിടെ ഒരുപാട് വിവിധ സർക്കാരുകൾ, സംസ്ഥാന സർക്കാരുകൾ ഒരു ഇഞ്ച് ഭൂമി നോക്കിയിട്ട് കിട്ടിയിട്ടില്ല. അവിടെയാണ് NSSന് ഇത്രയും 8 ലക്ഷം രൂപ എവിടെ കിട്ടും? എന്നിട്ട് പെരുന്നേ വാങ്ങിച്ച വഴിയില്ലാത്ത സ്ഥലം വാങ്ങിച്ച 18 ലക്ഷം രൂപയ്ക്കാണ് സെന്റിന്. ശരി. എന്നിട്ട് അവിടെ 12 ലക്ഷം വസ്തു 8 വിറ്റിട്ട് പെരുന്നേല് വഴിയില്ലാത്ത സ്ഥലം 18 ലക്ഷത്തിന് വാങ്ങിച്ചു. എന്നിട്ട് 12 കോടി രൂപയിൽ ഒരു എസ്റ്റിമേറ്റിൽ അവിടെ ഒരു കൺവെൻഷൻ സെന്റർ പണിഞ്ഞു. അത് പണിഞ്ഞിട്ട് തീർന്നപ്പോൾ 24 കോടി രൂപയായി. എന്നിട്ട് അവിടെ പരിപാടി നടക്കണമെങ്കിൽ, ബുക്ക് ചെയ്യണമെങ്കിൽ ഇദ്ദേഹത്തെ പോയി കാണണം. അപ്പോൾ ഇദ്ദേഹത്തെ പോയി കാണണമെങ്കിൽ 2 മണിക്കൂർ അവിടെ വെളിയിലിരിക്കണം. കാര്യം അകത്തിരുന്ന് വേറെ ആരുടെയെങ്കിലുമൊക്കെ പിന്നെ വെടി പറഞ്ഞിരിക്കുകയാണെങ്കിലും പുറത്തിരിക്കുന്നവരെ കാണാൻ വിളിക്കത്തില്ല. അപ്പോൾ അവിടെ വെയിറ്റ് ചെയ്തിരുന്നിട്ട് അത്രയും പേര് സമയം ഇരുന്നിട്ട് ബുക്ക് ചെയ്യാൻ ആര് പോകും? അവരപ്പുറത്ത് വേറെ കോണ്ടൂർ റിസോർട്ട്സും ഇപ്പുറത്ത് വേറെ വിജയ കൺവെൻഷൻ സെൻ്ററൊക്കെ ഉണ്ട്. അവർ നേരെ അങ്ങോട്ട് പോയി ചെല്ലുമ്പോഴേ പറയും ഞങ്ങൾ 1 മണിക്ക് AC ഓൺ ചെയ്യത്തുള്ളൂ, 1 മണിക്കൂർ കഴിഞ്ഞ് ഓഫ് ചെയ്യും. ഇങ്ങനെയൊക്കെ പറഞ്ഞ് വലിയ കണ്ടീഷൻസ് ഒക്കെ വെച്ച് കഴിഞ്ഞാൽ ആരും അവിടെ നടത്താൻ പറ്റും. അതുകൊണ്ട് വളരെ തുച്ഛമായ കല്യാണങ്ങളെ അവിടെ നടത്തിയിട്ടുള്ളൂ. അവിടെ മുടക്കിയ പൈസ, അതിൻ്റെ പലിശ പോലും തിരിച്ചു കിട്ടുന്നില്ല. അതാണ് അവിടുത്തെ കല്യാണ മണ്ഡപത്തിൻ്റെ ഗുണം. പറഞ്ഞുകൊണ്ട് ഞാൻ അപ്പം പിന്നെ മാറിവാനിസിൻ്റെ നാലാഞ്ചേരിയിലുള്ള കല്യാണ മണ്ഡപം ഇദ്ദേഹം ഒന്ന് കാണണം. എത്ര മനോഹരമായിട്ട് ആ കല്യാണ മണ്ഡപം സ്ഥിതി ചെയ്യുന്നത്. കല്യാണ മണ്ഡപം നായർമാർ വരെ അവിടെ വന്നാണ് കല്യാണം നടത്തുന്നത്. ഞാൻ പലരുടെയും കല്യാണം അവിടെ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്.
ഞാനിവിടെ അപ്പൊ അത്രയ്ക്ക് മനോഹരമായൊരു സ്ഥാപനം. ലോ കോളേജ്, ബി BEd കോളേജ്, എഞ്ചിനീയറിംഗ് കോളേജ്, ഞാനല്ലേ പറഞ്ഞു ഉന്നത വിദ്യാഭ്യാസത്തിന്റെ എല്ലാ സൗകര്യവും ആ നൂറ് ഡീംഡ് ഏക്കറിലാണ്. യൂണിവേഴ്സിറ്റി. അതേസമയം നമ്മുടെ MG കോളേജ് എന്ന് പറയുന്നത് മാലിന്യം ഇടാനായിട്ട് അതിന് ചുറ്റും വഴിയുണ്ട്. അപ്പോൾ എല്ലാവരും കൊണ്ടുവന്ന് മാലിന്യം അറിയാനായിട്ടുള്ള ഒരു കേന്ദ്രമാക്കി മാറ്റി. ഇപ്പോൾ ആരോ പറയുന്നുണ്ട് 2 ക്യാമറ അവിടെ സ്ഥാപിച്ചിട്ടുണ്ട്, മാലിന്യം അറിയുന്നവരെ കണ്ടുപിടിക്കാനായിട്ട് 2 ക്യാമറ വെച്ചിട്ടുണ്ടെന്ന്. അതാണ് ആകെ ചെയ്ത പരിഷ്കാരമായിട്ട്. അപ്പോൾ മന്നത്ത് പത്മനാഭൻ പറഞ്ഞതുപോലെ മുടിയാൻ പോണ നായർ ചായക്കട തുടങ്ങുമെന്ന് പറഞ്ഞ പോലെയാണ് ഇപ്പം ആകെ ചായക്കടകളാണ് നമ്മുടെ ഈ NSSന്റെ ഒരു പ്രവർത്തന രീതിയിൽ മുന്നോട്ട് വന്നിട്ടുള്ള പുതിയ സംരംഭം. ബാക്കി മുഴുവൻ സംരംഭങ്ങളും നശിച്ച് നാരായണക്കല്ല് പിടിച്ചുകൊണ്ടിരിക്കുന്നു. പഴയ നായർ തറവാടിന്റെ ആ ഗതികേടിലേക്ക് എല്ലാം പോയി. ഇപ്പം പലതും എത്തിയിരിക്കുന്നു എന്ന് പറയുന്നത് വളരെ ഗതികേടിലാണ്. ഇത് മാറണം. ഈ സമുദായം ചിന്തിക്കണം. സമുദായം ഉണർന്ന് പ്രവർത്തിക്കേണ്ട സമയമായി. സമുദായത്തെ പ്രത്യേകിച്ച് ജെൻസി ഇപ്പൊ ഇപ്പോഴത്തെ ജെൻസികളുടെ കാലമാണ്. അവരുടെ തൊഴിലില്ലാതെ അവരുടെ അവസരമാണ് ഈ കയറിയിരുന്ന ആളുകൾ നിഷേധിക്കുന്നത്. ഡൽഹിയിൽ പോയി 25 കൊല്ലം 30 കൊല്ലമായിട്ട് ഒരേ സീറ്റിൽ ഇരുന്ന് വേരിറങ്ങിയിരിക്കുകയാണ്. അപ്പൊ ഇവരെ ഒന്നും അടുപ്പിക്കുന്നില്ല. കരയോഗങ്ങളിൽ പോലും ചെറുപ്പക്കാരെ അടുപ്പിക്കില്ല. അപ്പോൾ ഈ മാറ്റം ഉണ്ടാക്കണമെങ്കിൽ പുറത്തു നിന്ന് മാറ്റം ഉണ്ടാക്കാനൊക്കത്തില്ല. അകത്തു നിന്ന് സമുദായത്തിനുള്ളിൽ നിന്ന് ചെറുപ്പക്കാർ മുന്നോട്ട് വന്നിട്ട് വേണം ഇതിന് മാറ്റം ഉണ്ടാക്കാൻ. അങ്ങനെ യുവാക്കൾ മുന്നോട്ട് വരട്ടെ എന്നാണ് TKG നായർ സാർ പറയുന്നത്. അതിനാൽ അത്തരത്തിൽ നശിച്ച നാരായണക്കല്ല് പിടിച്ച ഈ NSS സ്ഥാപനങ്ങളെയും ആസ്തിയെയും കേരളത്തിലെ പ്രബുദ്ധരായ നായന്മാർ കണ്ടെത്തി അവരുടെ അടുത്ത തലമുറയ്ക്കെങ്കിലും ഗുണകരമായ വിധത്തിൽ മാറ്റട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. നന്ദി, നമസ്കാരം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നേരിട്ട് ലഭിക്കാൻ ജനങ്ങളിൽ നിന്ന് ജനങ്ങളിലേക്ക് ജനഭൂമി ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യൂ. ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.